20-ാം ശ്ലോകത്തിൽ ഈ പുരാണത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും ഓരോ ഖണ്ഡത്തിലും അടങ്ങിയിരിക്കുന്ന ശ്ലോകസംഖ്യയെക്കുറിച്ചും സൂതൻ കൃത്യമായി വിവരം നൽകുന്നു. 20-ാം ശ്ലോകം പുരാണത്തിൻ്റെ വ്യാപ്തി. ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ശ്ലോകങ്ങളുടെ എണ്ണത്തെക്കുറിച്ചാണ് ഈ ശ്ലോകം പ്രതിപാദിക്കുന്നത്. ശ്ലോകം: അഷ്ടാദശസഹസ്രാണി ശ്ലോകാനാം ച മഹാമുനി ചതുർണാം ചൈവ ഖണ്ഡാനാം സാഖ്യാ ചൈവ പ്രകീർത്തിതാ. പദാനുപദ അർത്ഥം: അഷ്ടാദശ 18, സഹസ്രാണി ആയിരങ്ങൾ, ശ്ലോകാനാം ശ്ലോകങ്ങളുടെ, മഹാമുനി ഹേ മഹാമുനി ശൗനകനെ അഭിസംബോധന ചെയ്യുന്നു. ചതുർണാം 4, ചൈവ ചാപ്ലസേവ തീർച്ചയായും, ഖണ്ഡാനാം ഖണ്ഡങ്ങളുടെ, സാഖ്യ എണ്ണം, പ്രകീർത്തിത പറയപ്പെട്ടിരിക്കുന്നു, വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ സാരം: ഹേ മഹാമുനി, ഈ 4 ഖണ്ഡങ്ങളിലുമായി ആകെ 18,000 ശ്ലോകങ്ങളാണുള്ളതെന്ന് പറയപ്പെടുന്നു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം പുരാണത്തിൻ്റെ ഘടനയെയും അതിൻ്റെ സൂക്ഷ്മതയെയും കുറിച്ചുള്ള ചില പ്രധാന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. 18,000 എന്ന സംഖ്യ ശ്രീമദ് ഭാഗവതത്തിലും ഇതേ എണ്ണം ശ്ലോകങ്ങളാണ് ഉള്ളതെന്ന് പറയപ്പെടുന്നു. ഭാരതീയ പാരമ്പര്യത്തിൽ 18 എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. 18 പുരാണങ്ങൾ, ഭാരതയുദ്ധത്തിലെ 18 ദിവസങ്ങൾ, ഗീതയിലെ 18 അധ്യായങ്ങൾ, ഇത് സമ്പൂർണ്ണതയെ, വോൾനെസ്സിനെ സൂചിപ്പിക്കുന്നു. ഗ്രന്ഥത്തിൻ്റെ ആധികാരികത. ഓരോ ഖണ്ഡത്തിൻ്റെയും ശ്ലോകങ്ങളുടെ എണ്ണം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നത് പിന്നീട് ആരെങ്കിലും വരികൾ കൂട്ടിച്ചേർക്കാതിരിക്കാനുള്ള ഇൻ്റർപൊളേഷൻ ഒരു മുൻകരുതൽ കൂടിയാണ്. അക്ഷരമാലയുടെ മഹിമ. പുരാണങ്ങളിലെ ഓരോ അക്ഷരവും ഓരോ മന്ത്രമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇത്രയും വലിയൊരു വിജ്ഞാനശേഖരം മനഃപ്പാഠമായി ഗുരുമുഖത്തുനിന്ന് സ്വീകരിച്ചിരുന്ന പ്രാചീന ഭാരതീയ സംസ്കാരം എത്രമാത്രം ഉന്നതമായിരുന്നു എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗുരുനാഥൻ്റെ ഉപദേശം. വത്സ, വിദ്യ എന്നത് അനന്തമായൊരു സമുദ്രമാണ്. 18,000 ശ്ലോകങ്ങൾ എന്നത് വലിയൊരു സംഖ്യയായി തോന്നാം. എന്നാൽ തുള്ളിനൂൽക്കുടം എന്നതുപോലെ നാം ഇന്ന് പഠിച്ചു തുടങ്ങിയ ഈ ചെറിയ ഓരോ ശ്ലോകങ്ങളും നിന്നെ ആ വലിയ ജ്ഞാനസമുദ്രത്തിലേക്ക് എത്തിക്കും. ലക്ഷ്യത്തിൻ്റെ വലിപ്പം കണ്ട് ഭയപ്പെടാതെ ഓരോ പദവും, അതായത് ശ്ലോകവും ശ്രദ്ധയോടെ ചവിട്ടുക. ഇതോടെ ബ്രഹ്മഖണ്ഡത്തിലെ ആദ്യ അധ്യായത്തിലെ ആമുഖ ശ്ലോകങ്ങൾ നാം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അടുത്തതായി ഓരോ ഖണ്ഡത്തിലും എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് കൂടുതൽ വിശദമായി സൂതൻ പറഞ്ഞു തുടങ്ങുന്നു. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.